വിശ്വസ്തരെന്ന് കരുതിയവരിൽ നിന്ന് തന്നെ 70 ലക്ഷത്തിന്റെ അടുത്ത രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നതിന്റെ ആഘാതത്തിലാണ് ദിയ കൃഷ്ണ. 5 വർഷം മുമ്പ് ദിയ ആരംഭിച്ച ഓബൈ ഓസി എന്ന ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ സ്ഥാപനത്തിൽ ലോകമെമ്പാടും ഉപഭോക്താക്കളുണ്ട്. ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയുമാണ് വ്യാപാരം ഇതുവരെ നടന്നത്. സ്ഥാപനത്തിലെ സ്ത്രീകളായ 3 ജീവനക്കാർ QR കോഡ് ഉപയോഗിച്ചും സ്റ്റോക്ക് മറിച്ചും വിറ്റും ദിയയ്ക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. തുടക്കത്തിൽ ഇത്രയേറെ തുക നഷ്ടം വന്നതായി ദിയ അറിഞ്ഞിരുന്നില്ല. കളവ് പിടിച്ച ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് ദിയ കണ്ടെത്തിയത്. പൂർണ്ണഗർഭിണിയായ ദിയ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. വിഷമം കണ്ട് മാതാപിതാക്കളും സഹോദരിമാരും ദിയയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുകയും ചെയ്തു. ഇതോടെ ചെയ്ത തെറ്റ് ജീവനക്കാർ സമ്മതിച്ചത്. താൻ ചോദ്യം ചെയ്തപ്പോഴെല്ലാം സോറി പറയുകയല്ലാതെ ഒരിക്കൽ പോലും തങ്ങൾ മോഷ്ടിച്ചില്ലെന്ന് 3 ജീവനക്കാരും പറഞ്ഞിട്ടില്ല എന്ന് ദിയ പുതിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ എന്നെ എതിർത്തേനെ. പക്ഷെ അവരത് ചെയ്തില്ല. "ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഞങ്ങളെ തെറി പറയുന്നത് വിളിക്കുന്നു? ചേച്ചി ടാക്സി വെട്ടിക്കാൻ പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന്" അവർക്ക് ഡിഫെൻസ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും അന്ന് പറഞ്ഞില്ല. "ഞങ്ങൾ ടാക്സ് വെട്ടിക്കാൻ പറഞ്ഞതെന്നല്ലോ അവർ മീഡിയയ്ക്ക് പറഞ്ഞത്. അവരുടെ വശം തെളിയിക്കാൻ വേണ്ടി എടുത്ത വീഡിയോയിൽ പോലും അവർ എനിക്ക് എതിർത്ത് പറയുന്നില്ല." മീഡിയയ്ക്ക് എക്സ്ക്ലൂസീവായി കൊടുത്ത 3 പേരുടെയും നാക്കിന്റെ അളവ് വെച്ച് നോക്കിയാൽ അവർ പുറത്തുവിട്ട വീഡിയോ തന്നെ 1% കാണണം. പക്ഷെ അതൊന്നും കണ്ടില്ല. റെക്കോർഡ് ചെയ്യേണ്ടെന്ന് കണ്ടിട്ടാകും എതിർക്കേണ്ടത്. അതും അവർ ചെയ്തിട്ടില്ല. അതുപോലെ ജാതി കാർഡ് യൂസ് ചെയ്യരുത്. അത് വളരെ ചീപ്പാണ്. ജാതി പറയുന്ന ആളായിരുന്നെങ്കിൽ അവരെ ആരെയും ഞാൻ ജോലിക്കെടുക്കുമായിരുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ അവർ പറയുന്നത് കേട്ടു. മോഷ്ടിച്ച് അവർ എന്തിന് ആത്മഹത്യ ചെയ്യണം? പൈസ നഷ്ടപ്പെട്ട ഞാനല്ലേ അത് ചെയ്യേണ്ടത്? അവരിൽ ദിവ്യ എന്ന ഒരാൾ പുതിയ വീട് വെച്ച് തുടങ്ങി. എൻ്റെ പ്രോഡക്റ്റ് അവരൊരു വർഷമായി റീസെൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ 3 പേരും കിളിപോയി ഇരിക്കുകയായിരുന്നു. അതുമാത്രമല്ല ഇടയ്ക്കിടെ സോറിയും പറയുന്നുണ്ടായിരുന്നു. കുറച്ചെങ്കിലും അവരെ ചീത്ത പറയാൻ പറ്റില്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മാനസികമായി നില തെറ്റിയ അവസ്ഥയിലായിരുന്നു. ജാതിയും മതവും പറയുന്ന ആളായിരുന്നു ഞാനെങ്കിൽ അവരെ ഈ പരിപാടിക്ക് വിളിക്കില്ലായിരുന്നു. എൻ്റെ കയ്യിൽ തൊടാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് ദിയ പറഞ്ഞു. തുടക്കത്തിൽ കേസിന് പോകുന്നില്ലെന്നും പണം തിരികെ തന്നാൽ കോംപ്രമൈസ് ചെയ്യാമെന്ന നിലയിലായിരുന്നു താനെന്നും ദിയ പറഞ്ഞു. പെൺകുട്ടികളല്ലേ, എല്ലാവരുടെയും പേര് പറയണ്ടെന്ന് ആദ്യം കരുതി. കാശ് തിരികെ കിട്ടണം എന്ന് മാത്രമായിരുന്നു. CCTV എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന് ഒരു CCTV ഉണ്ട്. അതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കുണ്ടായ മാനസിക വിഷമവും സമ്മർദ്ദവും മൂലം എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ് വരെ ഡിസ്റ്റർബൻസ് ആയെന്നും ദിയ പറയുന്നു. പ്രേക്ഷകരെല്ലാം ദിയയുടെ പക്ഷത്താണ് എന്നാണ് കമന്റ് ബോക്സിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ അടുത്തൊന്നും ഇത്രയേറെ തലച്ചോറില്ലാത്ത ക്രിമിനൽസിനെ കണ്ടിട്ടില്ല. എന്തിനാണ് ആൺകുട്ടികൾ? കൃഷ്ണകുമാറിന്റെ ഭാഗ്യമുള്ള ഇതുപോലെ 4 പെൺകുട്ടികൾ. ദൈവത്തിന് പോലും ഈ ഗർഭിണി വിഷമിക്കുന്ന കണ്ടിട്ട് സഹിച്ചില്ല. അതല്ലേ ഇത്ര പെട്ടെന്ന് കള്ളികളെല്ലാം തന്നെ ഓരോന്നായി പുറത്തുവിട്ടതെന്നും കമന്റുകൾ.